പോയാൽ പിന്നെ അതിന്റെ പേര് സ്വർണമെന്നല്ല, തങ്കമെന്നാണ്. പ്യുവർ ഗോൾഡ് എന്നാണ് പറയുന്നത്. അതിന്റെ മാറ്റു കൂടുന്നതനുസരിച്ച് അതിന്റെ പേര് മാറി തങ്കം. ഇതുപോലെ ദൈവത്തോടുള്ള നിന്റെ സ്നേഹത്തിന്റെ മാറ്റു കൂടുമ്പോൾ പിന്നെ അതിന് വിളിക്കുന്ന പേരാണ് ആരാധന. നിന്റെ അകത്തെ സ്നേഹം മാറ്റുകൂടിയതായിരിക്കണം. ക്വാളിറ്റിയുള്ള സ്നേഹം ദൈവത്തോട് നിനക്കുണ്ടെങ്കിൽ അത് ആരാധനയായി മാറുകയാണ്. ഉപരിപ്ലവമായ സ്നേഹമല്ല, ആഴമുള്ള സ്നേഹം നിന്റെ രക്ഷിതാവിനോട് നിനക്കുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ വാഴ ചിരിപ്പാൻ കഴിയും? ആരാധന സ്ഥലത്ത് എങ്ങനെ മൗനമായി ഇരിപ്പാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ശ്രീ പി വി നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോഴിവിടെ വരികയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളെല്ലാം അധ്യക്ഷത്തിൽ വിളിക്കും. അതുപോലെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാർ വന്നാലും അത് റെയിൽവേ സ്റ്റേഷനിൽ അവരെ സ്വീകരിച്ചാലും എയർപോർട്ടിൽ സ്വീകരിച്ചാലും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഒരു മടിയുമില്ലാതെ ഒരു നാണവുമില്ലാതെ ഈ വന്നയാളിനെ അവർ വിളിക്കുകയാണ്. ചത്തുപോകുന്ന ഒരു മനുഷ്യനോട് വിളിക്കുകയാണ്. മരിച്ചു പോകുന്ന ഒരു മനുഷ്യനോട് വിളിക്കുകയാണ്. എന്നാൽ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വന്നിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല, മരിച്ചു പോകുന്ന ഒരാളല്ല. ദൈവജനകൂട്ടമായി ദൈവനിന്ദ നടത്തുകയാണ്. അവന്റെ സാന്നിധ്യം അറിയുമ്പോഴെല്ലാം നീ പ്രതികരിക്കാൻ ഒറ്റ മാർഗമുള്ളൂ. സൃഷ്ടിയായ മനുഷ്യ, സൃഷ്ടാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോഴെല്ലാം നിനക്ക് പ്രതികരിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അതാണ് ആരാധന. നിന്റെ ഹൃദയം പ്രതികരിക്കണം, നിന്റെ ആത്മാവ് പ്രതികരിക്കണം, നിന്റെ ശബ്ദം പ്രതികരിക്കണം, നിന്റെ കൈകൾ പ്രതികരിക്കണം, നിന്റെ പ്രതികരിക്കണം, നിന്റെ ശരീരം പ്രതികരിക്കണം. അവരാർക്കുള്ള ശബ്ദത്താൽ ദൈവാലയത്തിലെ ഉമ്മരപ്പള്ളിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അടുത്ത ആരാധന യെശയ്യാവിന്റെ ആരാധനയാണ്. അവിടെ ആരാധന അവർ ആർക്കുന്ന ശബ്ദം കൊണ്ട് ദൈവാലയത്തിന് ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. പഴയ നിയമത്തിലെ ദൈവാലയം, അതിന് ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ശലോമോൻ രാജാവ് പണികഴിച്ചതായ ആ ദൈവാലയത്തിന് ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി. എന്നാൽ പുതിയ നിയമത്തിന് അങ്ങനെ ഒരു ആലയം ഇവിടെ ഇല്ല. പുതിയ നിയമത്തിലുള്ള ആലയം നിന്റെ ശരീരമാണ്. പുതിയ നിയമത്തിലുള്ള മന്ദിരം നിന്റെ ശരീരമാണ്. നിന്റെ ശരീരത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം എന്ന് പൽക്കാലം കുലുങ്ങണം. നിന്റെ ശരീരം ഇന്ന് ചലിക്കും. ആത്മാവ് നിറയുമ്പോൾ നിന്റെ ശരീരം ചലിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ നിന്റെ മന്ദിരം ചലിക്കട്ടെ. നിന്റെ കൈകൾ ചലിക്കട്ടെ. നിന്റെ ശരീരം ചലിക്കട്ടെ. ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിന്റെ മന്ദിരം നിറയട്ടെ. ദൈവത്തിന്റെ തേജസ്സിനാൽ നിന്റെ ശരീരമാകുന്ന മന്ദിരം നിറയട്ടെ. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരം നിറയ്ക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തലേ. നിങ്ങളുടെ ശരീരം നിറയ്ക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തലേ. നിങ്ങളുടെ ശരീരം നിറയ്ക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തലേ. നിങ്ങളുടെ ശരീരം നിറയ്ക്കുന്ന ദൈവത്തെ കഴിഞ്ഞ ഒരു വർഷക്കാലം ആഫ്രിക്കയിൽ എത്രയോ ലക്ഷങ്ങൾ ആഹാരമില്ലാതെ ക്ഷാമം കൊണ്ട് മരിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലം ജീവിക്കാനുള്ള ആഹാരം കർത്താവിനോട് സ്തോത്രം, കഴിക്കാനുള്ള വസ്ത്രം കർത്താവിനോട് സ്തോത്രം, ആർക്കുവാൻ ചെറുതും വലുതുമായ വീടുകളെ കർത്താവിനോട് സ്തോത്രം. ഇത്ര വലിയ രക്ഷ സൗജന്യമായി നമുക്കോട് സ്തോത്രം. വിശ്വാസത്തോട് സ്തോത്രം ചെയ്യും. നമ്മുടെ സഭകളെ ശുശ്രൂഷിപ്പാൻ വിശ്വസ്തന്മാരായ കർത്തൃദാസന്മാരോട്, നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കുവാൻ അനുഗ്രഹീതരായ കർത്തൃദാസന്മാരെ നമ്മോട്, നമ്മുടെ ജീവിതത്തിൽ നാളോട് വരവൊരുക്കുന്ന നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കാലുകളെ വീഴ്ചകൾ ഒരുമിച്ചോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണുകളെ ഒരുമിച്ചോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഭ്രാന്തിന്റെ മരണത്തെ ഒരുമിച്ചോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഭാര്യയുടെ ചോരോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഭ്രാന്തോട് മറുപടിയോട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞവരും നീ പ്രാർത്ഥിച്ച ഒരു
ആരാധന സ്ഥലത്ത് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന കർത്താവ് മാത്രം. പ്രൈസ് ദി ലോർഡ്. മാസ്റ്റർമാരുണ്ടായിരിക്കാം, സെൻട്രൽ മാസ്റ്റർമാരുണ്ടായിരിക്കാം, നേതാക്കന്മാരുണ്ടായിരിക്കാം, എന്നാൽ ആരാധനയിൽ ഉയർന്നും പൊങ്ങിയും ഒരാൾ മാത്രമേ ഉള്ളൂ. അതവിടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. യെശയ്യാവിന്റെ കസനായിരുന്നു ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവ് വിചാരിച്ച് തീർന്നു. യെശയ്യാവിന്റെ കസനായിരുന്നു. യെശയ്യാവിന് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൽ ചെന്ന് യെശയ്യാവിനെ കൺസൾട്ട് ചെയ്യാനും സുരക്ഷിത ബോധമുണ്ടായിരുന്നു. പക്ഷേ ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവ് വിചാരിച്ച് തീർന്നു, എല്ലാം പോയി, ഇനി പോയി, ദൈവനത്തിലെ സകല കാര്യവും തീർന്നു. ആ ദുഃഖത്തിൽ ദൈവാലയത്തിൽ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഉസിയാവ് താഴത്തെ കസകയിലാണ് ഇരുന്നത്, മുകളിൽ സിംഹാസനത്തിൽ ഇസ്രായേലിനെ ഭരിക്കുന്നത് കർത്താവായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാൾ മാറിപ്പോകുമ്പോൾ കർത്താവ് വേറൊരു വഴി കണ്ടിട്ടുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ വേറൊരാളുടെ ദൈവം എഴുന്നേൽപ്പിക്കും. കാരണം ഉയർന്ന ഭൂമിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രമാണ്. അവന്റെ മുമ്പിൽ സദാഹുകൾ ആരാധിക്കുന്ന ആരാധന നോക്കൂ. വളരെ പറയട്ടെ, രണ്ടുകൊണ്ട് അവർ മുഖം മൂടി. ആരാധന സ്ഥലത്ത് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. നിന്റെ കുടുംബശ്രേഷ്ഠത പറയാനുള്ള സ്ഥലമല്ല ആരാധന സ്ഥലം. അവിടെ പങ്കുവന്ന് വിട്ടവൻ പ്രത്യേകം സീറ്റ്, ആ മുഖത്തിന് ചെറിയ സീറ്റുകളില്ല. ആരാധന സ്ഥലത്ത് എല്ലാവരും മുഖം മൂടിയവരാണ്. ആരാധന സ്ഥലത്ത് ആർക്കും പ്രത്യേകതയില്ല. അവർ ഭയക്കാരൊന്നും ദരിദ്രമുള്ള ഭേദമില്ല. അവർ പഠിപ്പുള്ളവരെ പഠിപ്പില്ലാത്തവരുടെ ഭേദമില്ല. അവരെ നിയമ കുടുംബശ്രേഷ്ഠമുള്ളവരെന്ന് താഴെന്നുള്ള ഭേദമില്ല. ആരാധന സ്ഥലത്ത് എല്ലാവരും മുഖം മൂടിയാണ് ആരാധിക്കുന്നത്. യാഗത്തിന്മേൽ കൊണ്ടുവയ്ക്കുന്നതായ മുഴുവൻ തോൽവിച്ചിട്ട് മാത്രമാണ് യാഗത്തിന്മേൽ കൊണ്ടുവയ്ക്കുന്നത്. കറുത്ത കാലക്കിടാവാണോ ചുവന്ന കാലക്കിടാവാണോ വെളുത്ത കാലക്കിടാവാണോ എന്നറിയത്തില്ല. യാഗത്തിനിരിക്കുന്ന കാലക്കിടാവല്ല, രക്തത്തിന്റെ നിറം മാത്രമാണ്. കാലുകൾ മറച്ചുകൊണ്ടാണ് ആരാധന. ഹൃദയ വിശ്വാസിയുള്ള ബന്ധത്തിൽ ദിനം പ്രതിയുള്ള ജീവിതത്തെ കാണിക്കുകയാണ്. അതിന്റെ കാലുകൾ ദിനം പ്രതിയുള്ള ജീവിതമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്റെ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും കളങ്കങ്ങൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് രക്തത്തിൽ മറയ്ക്കപ്പെട്ടവരായി നീ ആരാധിക്കണം. കുഞ്ഞാന്റെ രക്തത്തിന്റെ മറവിൽ കൂടെ മാത്രമേ നിനക്ക് കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ പാടുള്ളൂ. രക്തമില്ലാതെ ആരെങ്കിലും കൃപാസനത്തിന്റെ അടുക്കൽ വരുന്നുവെങ്കിൽ അവർ ഛേദിക്കപ്പെടുന്ന യുവനത്തിൽ വായിക്കുന്നു. നിനക്ക് വേണ്ടി തളിക്കപ്പെട്ട കുഞ്ഞാന്റെ ചോര അവിടെ ഉണ്ട്. ആ രക്തത്തിന്റെ മറവിലാണ് നീ ആരാധിക്കുന്നത്. രണ്ട് ചിറക് കൊണ്ട് അവർ പറന്നു നിന്നുകൊണ്ടാണ് ആരാധിക്കുന്നത്. ആരാധനക്കാരൻ നിലത്തല്ല, അവൻ അന്തരീക്ഷത്തിലാണ് ആരാധിക്കുന്നത്. ആരാധനക്കാരന്റെ ശരീരം താഴെ ഇരിക്കുന്നുവെങ്കിലും അവൻ ആരാധിച്ച് വിളങ്ങുമ്പോൾ അവന്റെ ആത്മാവിന്റെ ചിറകടിയുടെ ഒച്ച കേൾക്കുവാൻ കഴിയും. ആരാധനക്കാരൻ പറന്നു നിന്നാണ് ആരാധിക്കുന്നത്.